ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വീഗോല. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന മൂവിയെക്കുറിച്ചാണ്. ഈ മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഷിഖാണ്. അതായത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ. ഒരു ടിപ്പിക്കൽ അടാർ വില്ലൻ. ആകെ ഒന്നോ രണ്ടോ ഡയലോഗേ ഉള്ളൂ, പക്ഷേ പുള്ളിയുടെ ഒരു മാനറിസം അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിസ്മയ മോഹൻലാലിനെ വെച്ച് നോക്കുമ്പം വിസ്മയ മോഹൻലാലിന്റെ അഭിനയം ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ആഷിക്ക് അങ്ങോട്ട് ഒരു സൈക്കോ ആയിട്ട് അങ്ങ് തിമിർക്കുമായിരുന്നു. അത് ഡയലോഗ് പോലും ഇല്ലാതെ എന്നെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയോ, അമ്മാതിരി അഭിനയമാണ് പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഒരു സാധാരണ രീതിയിലൊരു ആവറേജ് കൺസെപ്റ്റുള്ളൊരു മൂവി, കണ്ടു മറന്നൊരു കഥ അതൊക്കെ തന്നെ പറയാനുള്ളൂ. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞാൽ വിസ്മയ മോഹൻലാലിന്റെ പടം അല്ല, ആഷിഖാണ് ഇത് കൊണ്ടുപോയേക്കണത്. ആഷിഖ് പണ്ടൊക്കെ പറഞ്ഞ പോലെ നെപ്പോട്ടിസം അല്ല, മെറിറ്റിൽ വന്നവനാണെന്ന് പറഞ്ഞ പോലെ തന്നെ പുള്ളി അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ലുക്കും ഒരു 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 വില്ലനിസവും ഡയലോഗൊന്നും വേണ്ട, ഒരു വില്ലനാകാൻ ഡയലോഗ് വേണ്ട, മാസ് കാണിക്കേണ്ട, ചുമ്മാ ഒരു ലുക്കിലിങ്ങ് നടന്നു പോയാൽ മതി എന്ന് കാണിച്ചു തന്നു പുള്ളി. അമ്മാതിരിയായിരുന്നു. പിന്നെ മോഹൻലാലിനൊരു കാമിയോ റോൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തത് പോയി. പിന്നെ സിദ്ദിഖ് ഒരു ടിപ്പിക്കൽ ഒരു സാധാ അച്ഛൻ കഥാപാത്രമാണ്. ഒരു ഗവൺമെന്റ് ജോലിക്കുള്ള അച്ഛൻ കഥാപാത്രം ഹാൻഡിക്യാപ്ഡ് ആയിട്ടാണ് ചെയ്തത്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ മൂവി നോക്കാനാണെങ്കിൽ, പിന്നെ പറയാനാണെങ്കിൽ വിസ്മയുടെ അഭിനയം ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും ഫൈറ്റ് സീൻസ് ഒക്കെ വിസ്മയ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തോ പുള്ളിക്കാരി എന്തോ മാർഷൽ ആർട്സ് അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂഡ് ആന്റണി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത രീതിയിൽ പുള്ളിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മൂവി കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ആവറേജിന് മുകളിലുള്ളൊരു മൂവി. പക്ഷേ ഈ ആഷിഖിന്റെ അഭിനയവും വിസ്മയുടെ ഫൈറ്റൂടെ മതി മൂവി വേറെ ലെവലോട്ട് എത്തിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. ഈവൻ കുറച്ച് നല്ലൊരു മാർഷൽ ആർട്സിന്റെ സീൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ അത് വിസ്മയ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ വിസ്മയുടെ മുഖത്ത് വരുന്ന ടിപ്പിക്കൽ അഭിനയം എന്ന് പറയുന്നത് ഒരേ ലെവലിലായിരുന്നു. അത് തുടക്കക്കാരി എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നേ പറയാനുള്ളൂ. എന്താണെങ്കിലും മൂവി നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ ഈ മൂവി വിസ്മയാസ് തുടക്കമല്ല, ആഷിഖിന്റെ മൂവി എന്നാണ് എനിക്ക് പറയാൻ ഇച്ചിരി കൂടി ഇഷ്ടം. എന്നാണ് മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് രേഖപ്പെടുത്താൻ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ. 1 ലൈക്ക് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.